ധാനിയിൽ ദ്രൗപദി വസിക്കവേ സൈരന്ധ്രിയായി രാജധാനിയിൽ ദ്രൗപദി വസിക്കവേ സൈരന്ധ്രിയായി മോഹിതനായി തരുണിയിൽ ആരാജൻ കീചകനും അഭിലാഷം കൊണ്ടു മോഹിതനായി തരുണിയിൽ ആരാജൻ കീചകനും അഭിലാഷം കൊണ്ടു ഭീതിയാൽ മൊഴിഞ്ഞു ദ്രൗപദി ഭീമനോടു കീചക മോഹം ഭീതിയാൽ മൊഴിഞ്ഞു ദ്രൗപദി ഭീമനോടു കീചക മോഹം പാഞ്ചാലി സംഗമം ഭ്രമിച്ചു ആഗതനായ കീചകനു വിധിയായി പാഞ്ചാലി സംഗമം ഭ്രമിച്ചു ആഗതനായ കീചകനു വിധിയായി ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. കൈകേയി രാമനെ കാട്ടിലേക്ക് അയച്ച തെറ്റ്. ശരി, ഇവിടത്തെ അങ്ങനെയല്ല, തെറ്റല്ല എന്നാണ് വാദം. ഓക്കെ, ഫൈൻ. എന്തു കാരണവശാലും തൻ്റെ പതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ധർമ്മമാണ്. ആ ധർമ്മത്തിന് പകരമായി ഒരു വരദാനം മോഹിക്കുകയോ അതിനെ സ്വീകരിക്കുകയോ പാടുന്നതല്ല. അഥവാ സ്വീകരിച്ചാൽ തന്നെ അതിനെ തനിക്ക് സ്വാർത്ഥമായി ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ശരി. കൈകേയി ഇവിടെ ചെയ്തിരിക്കുന്നത് ശരിക്കും തൻ്റെ പാതിവൃത്യം സംരക്ഷിക്കലാണ്. ദശരഥന് താൻ പുത്രവിയോഗത്താൽ മരിക്കും എന്നൊരു ശാപമേറ്റിരുന്നു. അപ്പോൾ രാമൻ കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും രാമൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ദശരഥൻ അറിയാം.
അങ്ങനെ ഒരു സമയത്ത് എന്നാൽ ഇപ്പോൾ രാമൻ കാട്ടിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ തൻ്റെ ഒരു പുത്രൻ മരിക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു വിയോഗം അനുഭവിക്കേണ്ടതായിട്ട് ദശരഥന് വന്നേനെ. അങ്ങനെ ദശരഥനെ ഒരു ശാപത്തിൽ നിന്ന് ശരിക്കും രക്ഷിക്കുകയാണ് കൈകേയി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഭരതനെ രാജാവാക്കണമെങ്കിൽ രാജാവാക്കിയാ പോരെ, ഈ പാവ മനുഷ്യനെ കാട്ടിലേക്ക് അയക്കുന്നത് എന്തിനാണ്? കാരണം രാമൻ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ ജനങ്ങൾ രാമനൊപ്പം നിൽക്കുമായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് കാട്ടിലേക്ക് അയച്ചത് നല്ലതാണോ? രാജ്യഭാര രാമനിൽ നിന്ന് എടുത്ത് മാറ്റിയതും പോരാ, ഏതെങ്കിലും രീതിയിൽ രാമനെ കൂടുതൽ ടോർച്ചർ ചെയ്യണമെന്ന് കരുതുന്ന മനുഷ്യത്രഹിതമല്ലേ? കൂടുതൽ ടോർച്ചർ ചെയ്യണമെന്ന് കരുതിയല്ല കൈകേയി അങ്ങനെ ഒരു വരം മേടിച്ചത്. ആദ്യത്തെ വരം കാടൊക്കെ കണ്ട് സൈറ്റ് സീയിങ് ഒക്കെ അല്ല, ഭരതനെ രാജാവാക്കണമെന്നാണ് ആദ്യത്തെ വരം. ഇപ്പോൾ ആദ്യത്തെ വരം സാധൂകരിക്കണമെങ്കിൽ അത് കൈകേയിക്ക് നടപ്പാക്കി കിട്ടണമെങ്കിൽ രാമൻ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം. ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കുന്നത് മൂലം കൈകേയിയുടെ ഉദ്ദേശം ഭരതനെ രാജാവാക്കുക എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ആക്കിയാൽ അത് സൂര്യവംശത്തിന്റെ ഒരു അല്ല, അത് തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. അപ്പം കാട്ടിലേക്ക് അയച്ചത് തെറ്റല്ല. തെറ്റല്ല, ഇദ്ദേഹം പറയുന്നത് തെറ്റാണെന്നാണോ? തെറ്റാണ്. കാരണം രാമൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു 2 അതോറിറ്റി വരും ആ നാട്ടിൽ. ഭരതൻ ജനങ്ങളുടെ മനസ്സിൽ രാമനാണ് ഏറ്റവും ഉത്തമ പുരുഷൻ, 16 ഗുണങ്ങളുടെയും അധിപനാണ് രാമൻ. അങ്ങനെ ഒരു രാമൻ നാട്ടിൽ നിൽക്കുമ്പോൾ ജനങ്ങളെ ഇത്രയും നല്ലൊരു മനുഷ്യനെ കാട്ടിലേക്ക് അയച്ച് സ്വാർത്ഥ രൂപങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ? അല്ല, ഇപ്പോൾ കാലം വ്യക്തികളുടെ മാറ്റുരച്ച് നോക്കാൻ അതിവിപരീയവും വിപരീതവുമായ സന്ദർഭങ്ങൾ സൃഷ്ടിക്കും. ഒരു സ്വർണ്ണം അതിൽ കല്ലിലൊഴിച്ച് നോക്കിയാൽ മാത്രമേ അതിന്റെ തിളക്കം വർദ്ധിക്കുകയുള്ളൂ. കൈകേയി ഭരതനെ രാജാവ് ആക്കിക്കോട്ടെ, എന്തായാലും ഒരു രാജ്യത്ത് നടക്കുന്നത് രാജകൽപ്പനയാണ്. ഭരതൻ രാജാവായിരിക്കെ തൻ്റെ ജ്യേഷ്ഠന് രാജ്യഭാരം നൽകും. എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും രാമായണം വായിച്ചതിലൂടെ അറിയാം ഭരതന് രാമനോടുള്ള സ്നേഹം. അപ്പോൾ എന്തായാലും അവസാനം രാമൻ തന്നെ അയോധ്യയുടെ രാജാവാകും. അപ്പോൾ കൈകേയി രാമനെ കാട്ടിലേക്ക് അയച്ചത് നീതികേടാണ്, അത് തെറ്റുമാണ്. ശരി, അവസാനം ഒരു വരി കൂടി. ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഇപ്പോൾ രാമൻ നാട്ടിലേക്കാണെങ്കിൽ രാമന് ഭരതൻ രാജ്യഭാരം നൽകും. അത് കാരണമാണ് കൈകേയി തൻ്റെ ആദ്യത്തെ വരം 2 വരം വെറുതെ നേടിയത് അത് പാഴായി പോകരുത്. അങ്ങനെ പാഴായി പോകാതിരിക്കാൻ 2ാമത്തെ വരം അനിവാര്യമായിരുന്നു. ഇപ്പോൾ രാമൻ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഭരതൻ കൊടുക്കും, ജ്യേഷ്ഠഭക്തി അനുസരിച്ച് നൽകും. അങ്ങനെ ഒരു അവസ്ഥയോടെ സംജാതമായാൽ കൈകേയിയുടെ ആദ്യത്തെ വരവും നിഷ്ഫലമായി. അങ്ങനെ കൈകേയിയുടെ പരിശ്രമം വൃഥ വെള്ളത്തിൽ വരച്ച വര പോലെ ആകാതിരിക്കാനാണ് കൈകേയിക്ക് 2ാമത്തെ വരവും മേടിച്ചത്. ശരിക്കും പുള്ളി പറയണല്ലേ കറക്റ്റ്? അല്ല, കാരണം ഇപ്പോൾ രാമൻ വനവാസത്തിന് പോയിരുന്നെങ്കിലും രാജകൽപ്പന അനുസരിച്ച് ഭരതൻ ഇഷ്ടമുള്ള എന്ത് കാര്യം വെച്ചാലും കോസല രാജ്യത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. സോ കൈകേയി ചോദിച്ച വരത്തതിന് ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരവും ഭരതൻ രാജാവായിരിക്കും അദ്ദേഹത്തിനുണ്ട്. സോ എന്ത് കാരണവശാലും വനത്തിലേക്ക് പോയ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെങ്കിൽ സാധിക്കും. സോ കൈകേയിയുടെ 2ാമത്തെ വരത്തിന് അവിടെ സ്ഥാനമില്ലാത്ത നീതികേടാണ്. ശരി, ഓക്കെ ഫൈൻ. ശരി, അടുത്ത ആൾക്കാരിലേക്ക് പോവാം. നാടുവാഴേണം ഭരതനെന്നാകിൽ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. രാമായണ കഥയുടെ ഗതി വിഗതി നിർണയിക്കുന്ന ഒരു ഭാഗമാണ് കൈകേയി മന്ദര സംവാദം. ഈ കൈകേയി മന്ദര സംവാദത്തിൽ മന്ത്രിയുടെ നാവിൽ വന്ന സരസ്വതി ദേവി ഏഷണി മുഴക്കി പറയുമ്പോൾ കൈകേയിയുടെ തുടക്കത്തിൽ നിന്നുള്ള പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൈകേയി ഒരിക്കലും അങ്ങനെയൊരു വരം വേണം എന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കേട്ടിട്ടില്ലേ രാമായണത്തിലെ ചില വരികൾ? എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയും ഇല്ല മറ്റോർക്ക നീ. രാമനും കൗസല്യ ദേവിയേക്കാൾ എന്നെ പ്രേമമൂറും ന്യൂനമില്ലോരു സംശയം. ശ്രീരാമദേവന് തന്റെ മാതാവായിരുന്ന കൗസല്യാദേവിയെക്കാളും കൈകേയി മാതാവിനോടായിരുന്നു പ്രിയം. കൈകേയിക്കും തന്റെ മകനായ ഭരതനേക്കാളും ശ്രീരാമചന്ദ്രനോടായിരുന്നു പ്രിയം. അതുകൊണ്ട് തന്നെ തന്റെ മകനായ ഭരതനെ രാജാവാക്കണമെങ്കിൽ കൈകേയിക്ക് തന്റെ പ്രിയപുത്രനായ ശ്രീരാമചന്ദ്രനോട് പോയി അഭ്യർത്ഥിച്ചാൽ മതിയായിരുന്നു. അഭ്യർത്ഥിക്കുകയല്ലെങ്കിൽ കാട്ടിലേക്ക് അയച്ച നീതികേടാണ് അല്ലേ? അല്ലെങ്കിൽ തന്റെ രാമനോട് ഒന്ന് മെതുവായി എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു, പ്രിയപുത്ര, എന്റെ മകനായ ഭരതനെ നീ രാജാവാക്കണമെന്ന്. ശരിക്കും നീതികേടല്ലേ? എന്തിനാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ട്? ഭരതനായി കഴിഞ്ഞ ഒരു ശ്രീരാമനോട് പറഞ്ഞാൽ ശ്രീരാമൻ തന്നെ സമ്മതിച്ചു കൊടുക്കുമായിരുന്നു, അത്ര നല്ല മനുഷ്യനാണ്. പിന്നെ ഈ നല്ല മനുഷ്യനെ കാട്ടിലേക്ക് അയക്കുന്നത് എന്തിനാണ്? ആ ചേച്ചി തന്നെ പറഞ്ഞു ഇത്രയും ഇഷ്ടമാണ് രാമന് കൈകേയിയോടും കൈകേയിക്ക് രാമനോടുന്ന്. അപ്പോൾ കൈകേയിക്ക് അറിയാം ഇങ്ങനെ ഇത്രയും ഇഷ്ടമാണ് രാമന് തന്നോടുന്ന്. അപ്പോൾ കൈകേയിയുടെ മനസ്സിൽ ഡോർമെൻ്റ് ആയി കിടന്ന ഒരു ആഗ്രഹത്തിനല്ലേ ജസ്റ്റ് ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ട് മന്ദര ഉത്ഭവിപ്പിച്ചത് ഞാൻ ചോദിച്ചാൽ?
ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ചോദ്യം അതല്ലല്ലോ. നമ്മുടെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ചത് നീതിയാണോ അല്ലയോ? എന്താണ് നിങ്ങളുടെ നിലപാട്? നീതിയാണ്. കാരണം കാരണം ഇപ്പം നമ്മൾ രാമായണത്തെ 3 രീതിയിൽ കാണുകയാണെങ്കിൽ, ആദ്യം നമ്മൾ രാമായണത്തിൽ പറയുന്ന പോലെ തന്നെ ദൈവിക പരിവേഷത്തോടെ നമുക്ക് രാമായണത്തെ കാണാം. രാമൻ എല്ലാവരും അവതാരങ്ങളെ കാണുകയാണെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ രാമൻ കാട്ടിൽ പോകേണ്ടത് അനിവാര്യമായിരുന്നു. കാരണം രാമൻ്റെ അവതാരോദ്ദേശം രാമന്റെ അവതാര ഉദ്ദേശത്തെ സാധൂകരിക്കാനായി യഥാർത്ഥത്തിൽ കൈകയുടെ ഈ ആക്ഷൻ ഉപകരിച്ചു. അതുകൊണ്ട് നീതിയാണെന്ന്. അതെ, അതുകൊണ്ട് നീതിയാണെന്ന്. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന നീതിയാവുമല്ലോ. ആവും. നീതിയാണ്. അതെ, അവിടെ നമുക്ക് വിധി, കാലചക്രം എന്നീ 2 ഘടകങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. നമ്മുടെ കയ്യിലല്ല, ഇതൊക്കെ വിധി നിർണയമാണ്. ഇതെല്ലാം ദീസ് ആർ റിട്ടൺ ഇൻ ദ സ്റ്റാർസ്. അതുകൊണ്ട് സംഭവിക്കാനുള്ള സംഭവിച്ചു. കൈകേയി ഇനി കുറ്റം പറയുന്നത് എന്തിനാ? അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്. ശ്രീരാമചന്ദ്രന്റെ അവതാരോദ്ദേശം രാവണ നിഗ്രഹമാണ്, അല്ലാതെ വനത്തിൽ പോകണം എന്നല്ല. ബ്രഹ്മപുരാണങ്ങളിൽ പറയുന്നുണ്ട്, നമുക്ക് വിധി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, അബ്സ്ട്രാക്ട് കോൺസെപ്റ്റിനെ ത്രിമൂർത്തികൾക്ക് പോലും മാറ്റാൻ പറ്റില്ല എന്ന്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ശ്രീരാമൻ ശരി, അത് വിധി ആയിക്കോട്ടെ, വിധിയാണെന്നിരിക്കട്ടെ. വിധിയല്ല, നീതിയാണോ എന്നുള്ളതാണ് ചോദ്യം. വിധിയുടെ ഭാഗമാണെങ്കിലും ദൈവകൽപിതമാണെങ്കിലും നീതികേടും നീതിയും വേറെ വേറെ അല്ലേ? അപ്പൊ നീതികേടല്ലേ നടന്നത്? അവിടെ നീതിക്കേടാണ് നടന്നതെന്നല്ല, നീതിയാണ്. കാരണം രാവണൻ കുറെ പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഭയങ്കര ആയിക്കോട്ടെ, രാവണൻ എത്ര പേരെ ഉപദ്രവിച്ചാലും കൈകേയി എങ്ങനെ നീതീകരിക്കാൻ കഴിയും? അപ്പൊ ആ ഒരു രാവണനാൽ അടിച്ചമർത്തപ്പെട്ട ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് നീതിയല്ലേ? അത് കൊള്ളാം, അത് ശരിയല്ലേ? അതുകൂടെ കഴിഞ്ഞ രാവണനാൽ അടിച്ചമർത്തപ്പെട്ട ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു രക്ഷകൻ വരണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ചേച്ചി പറഞ്ഞു രാവണ നിഗ്രഹമാണ് രാമാവതാര ഉദ്ദേശം എന്ന്. ഞാൻ വായിച്ച രാമായണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സർവാസുര നിഗ്രഹം, ദുഷ്ടന്മാരായ സർവ്വ അസുരന്മാരെയും നിഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു രാമാവതാര ഉദ്ദേശം. അതിൽ പല അസുരന്മാരും ദണ്ഡകാരണ്യത്തിലും ചിത്രകൂടത്തിലുമായിരുന്നു വസിച്ചിരുന്നത്. ഇത്തരം രാമൻ അന്ന് കാട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഇത്തരം അസുരന്മാരുടെ നിഗ്രഹം അവിടെ സാധ്യമാവില്ല. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. കുഞ്ഞുനാളിൽ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെ കാട്ടിലോട്ട് കൊണ്ടുപോയി. ആ സമയത്താണ് ശ്രീരാമചന്ദ്രൻ ആദ്യമായി താടകയെ വധിക്കുന്നത്. ഇത് ഓൾറെഡി ശ്രീരാമൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം എടുത്തതിനെല്ലാം ന്യായീകരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ് സംക്ഷിപ്തം. ശ്രീരാമൻ ഇത് ഓൾറെഡി ചെയ്യുന്ന കാര്യമായിരിക്കാം. ബട്ട് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ബേസിക് ആയിട്ട് ഒരാൾക്കൊരു കാരണം വേണ്ടേ ചെയ്യാൻ. കാരണമില്ലാതെ ഡയറക്റ്റ് കാട്ടിൽ പോയിട്ട് അസുര നിഗ്രഹം എന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് പോവാൻ എന്തെങ്കിലും ഒരു ബേസിക് കാരണം വേണ്ടേ? ചങ്ങലയിലെ വലിയൊരു ചങ്ങലയിലെ കണ്ണികളാണ് ഇതെല്ലാം. തീർച്ചയായും. ശരി, ഓക്കെ, ഫൈൻ. നിങ്ങൾ നന്നായി വായിച്ചു. പ്ലീസ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. വാർദ്ധക്യം, അതിന്റെ ഭീകരാവസ്ഥ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. ശ്രീരാമനാമം ജപിച്ച് ഏകനായി സ്വസ്ഥനാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കദളി വനത്തിലെത്തിയത്. അല്ല, ആരോ വരുന്നുണ്ടല്ലോ. ആ, ഭീമസേനനാണല്ലോ വരുന്നത്. ഭാര്യയുടെ വാക്കും കേട്ട് സൗഗന്ധിക പുഷ്പം തേടിയാണ് അവൻ വരുന്നത്. എല്ലാം തല്ലി തകർത്തുകൊണ്ടാണ് അവന്റെ വരവ്. വരട്ടെ. എന്റെ വാല് വഴിയിൽ തടസ്സമായി ഇട്ടുകൊണ്ടിരിക്കാം. വാല് കടന്നു പോകുന്നത് ശരിയല്ലല്ലോ. ആ അഹങ്കാരിയായ ഭീമനോട് വാല് മാറ്റി വെച്ചിട്ട് പോകാൻ പറയാം.
പണി 18 നോക്കി, കഴിഞ്ഞില്ല. അവന്റെ ശരീരം വിയർക്കാൻ തുടങ്ങി. ഗത ഒടിയുന്നു എന്നുവരെ അവന് തോന്നി. ഞാൻ ആരാണെന്ന് അവന് മനസ്സിലായില്ല. ഒന്നിനോടും അഹങ്കാരം നന്നല്ല. ഒന്നുമല്ലാത്ത ഈ ലോകത്ത് എന്തിനാ അഹങ്കാരം? നശ്വരമായ ഈ ലോകത്ത് നാം വെറും ധൂളികളാണ്. ഞാൻ അവന് എന്റെ പൂർവകഥകൾ പറഞ്ഞു കൊടുത്തു. ഞാൻ വായു ഭഗവാന്റെയും ആഞ്ജനയുടെയും മകൻ ഹനുമാൻ. എന്നെ പ്രസവിച്ച് അമ്മ മോക്ഷപ്രാപ്തി നേടി സ്വർഗത്തിലേക്ക് പോയി. അമ്മ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഉദിച്ചുയർന്ന സൂര്യബിംബത്തെ പോലെ പഴുത്തു തുടുത്ത ഫലങ്ങൾ നിനക്ക് ഭക്ഷണമായി തീരുമെന്ന്. ഇത് പറഞ്ഞ് അമ്മ സ്വർഗത്തിലേക്ക് പോയി. ഒരിക്കൽ ഉദിച്ചുയർന്ന സൂര്യബിംബത്തെ കണ്ട ഞാൻ അത് ആഹാര സാധനമാണെന്ന് കരുതി അത് പറിക്കാൻ ചാടി. അതിനെ തിന്നാൻ ശ്രമിച്ചപ്പോൾ ഇന്ദ്രദേവൻ ചാടി എന്നെ വജ്രായുധം കൊണ്ട് പ്രഹരിച്ചു. താടിയിലാണ് പ്രഹരമേറ്റത്. താടി താർന്ന് ഞാൻ നിലം പതിച്ചു. പുത്രവത്സരനായ വായു ഭഗവാൻ എന്നെയും എടുത്ത് പാതാള ലോകത്തിലേക്ക് പോയി. ഭൂമിയിൽ വായു ഇല്ലാത്തതിനാൽ ചരാചരങ്ങൾ സ്തംഭനാവസ്ഥയിലായി. ബ്രഹ്മാദികൾ വന്ന് എന്നെ സാന്ത്വനിപ്പിച്ചു, അനുഗ്രഹിച്ചു വരങ്ങൾ നൽകി. ഗരുഡനിൽ കവിഞ്ഞ കായബലവും ആത്മാധികമായ വേഗതയും ഉണ്ടാകട്ടെ എന്ന് വായു ഭഗവാനും, ബ്രഹ്മ ഉള്ളിടത്തോളം കാലം നീ ആയുഷ്മാനാകട്ടെ എന്ന് ബ്രഹ്മദേവനും, നിനക്ക് മൃത്യു ബാധിക്കില്ല എന്ന് യമദേവനും, അഗ്നിയാൽ നിനക്ക് മൃത്യു സംഭവിക്കില്ലെന്ന് അഗ്നിദേവനും അനുഗ്രഹിച്ച് വരങ്ങൾ നൽകി. ജനിച്ച ഉടൻ തന്നെ കൗമാരം വന്നു ചേർന്നു. സൂര്യദേവനെ മനസ്സാൽ വരിച്ച് ഞാൻ 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും അഭ്യസിക്കാൻ തീരുമാനിച്ചു. ഒരിക്കൽ നാരദ മഹർഷിയുമായി ഞാൻ സംഗീത മത്സരം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പരാജിതനായി. തൃണബിന്ദു മഹർഷിയുടെ ശാപം നിമിത്തം എന്റെ തേജസ് മുഴുവനും നഷ്ടമായി. എന്നാൽ ഇതെല്ലാം ഒരാൾ ഓർമ്മിപ്പിച്ചാൽ ഈ തേജസ് മുഴുവനും തിരികെ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. പഠനം പൂർത്തിയായി. പഠനത്തിലെ മികവ് തന്നെ ഗുരുദക്ഷിണയായി സ്വീകരിച്ച് ആദിത്യദേവൻ എന്നെ അനുഗ്രഹിച്ചു. എന്നാൽ അത് പോരെന്ന് ഞാൻ ശഠിച്ചു. കിഷ്കിന്ധയിൽ കഴിയുന്ന എന്റെ പുത്രൻ സുഗ്രീവൻ മഹാബലശാലിയായ ബാലിയോടൊപ്പം ചേർന്ന് അവന്റെ സന്തത സഹചാരിയായി സഹായിക്കണമെന്ന ഗുരുവചനം കേൾക്കാനിടയായി. ഞാൻ ഉടൻ തന്നെ സുഗ്രീവന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞു വരവേ സീതാന്വേഷണത്തിനായി ഋഷിമുഖ ജലത്തിലെത്തിയ ശ്രീരാമചന്ദ്രനെ കാണാനിടയായി. അന്നു മുതൽ ശ്രീരാമ പരമഭക്തനും സേവകനുമായി മാറി ഞാൻ. സീതാന്വേഷണത്തിനായി ഞാനൊരു വലിയ പങ്ക് തന്നെ വഹിച്ചു. ലങ്കയിലെത്തി ലങ്കാശ്രീയെ അമർത്തി മുദ്രാവാക്യവും ചൂടാമണിയും കരസ്ഥമാക്കി ലങ്കാ നഗരത്തെ അഗ്നിക്കിരയാക്കി. യുദ്ധകാല സമയത്ത് ബോധരഹിതരായ ലക്ഷ്മണാദികളെയും പ്രജകളെയും രക്ഷിക്കുന്നതിന് വേണ്ടി മൃതസഞ്ജീവനി അന്വേഷിച്ച് ഞാൻ ഹിമാലയത്തിലേക്ക് പോയി. ഒരു വലിയ പർവ്വതം തന്നെ
പറിച്ചെടുത്തു ഞാൻ ലങ്കയിൽ കൊണ്ടെത്തിച്ചു. യുദ്ധത്തിന് ശേഷം സീതാരാമന്മാരോടൊപ്പം ഞാൻ അയോധ്യയിലെത്തി. ശ്രീരാമന്റെ പാദസേവകനായി കഴിഞ്ഞു. ശ്രീരാമചന്ദ്രൻ നടത്തിയ അശ്വമേധയാഗത്തിൽ അശ്വത്തെ പിടിച്ചു കെട്ടിയ ലവകുശന്മാരെ അതിൽ നിന്നും അനുനയിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചു. പക്ഷെ അവർ എന്നെ പിടിച്ചു കെട്ടി ആശ്രമത്തിലെത്തിച്ചു. അപ്പോൾ ദേവി സീത എഴുന്നേറ്റ് എന്നെ വണങ്ങി. ഈ ഭക്തനെ ബന്ധനത്തിൽ നിന്നും മോചിതനാക്കി. ഈ വാർദ്ധക്യത്തിലും കദളി വനത്തിൽ ഉല്ലാസവാനാണ് ഞാൻ. ബ്രഹ്മദേവനാൽ അനുഗ്രഹിക്കപ്പെട്ട ഞാൻ ചിരഞ്ജീവിയായി ഈ കദളി വനത്തിൽ രാമനാമം ഉരുവിട്ട് ധന്യനാകുന്നു. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രേഷ്ഠ ഭാരതം. പരമമായ ബ്രഹ്മാനന്ദം ഏതുകൊണ്ട് ഗ്രഹിക്കപ്പെടുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. എ ബുദ്ധി കൊണ്ട്, ബി മനസ്സുകൊണ്ട്, സി പ്രാണനെ കൊണ്ട്, ഡി ഇന്ദ്രിയങ്ങളെ കൊണ്ട്. സമയം ആരംഭിക്കുന്നു. ഇരുപത്തി 5 സെക്കൻഡ്സ് ബാക്കി. പതിനഞ്ച് സെക്കൻഡ്സ്. ഡി ഇന്ദ്രിയങ്ങളെ കൊണ്ട്. ഡി ഇന്ദ്രിയങ്ങളെ കൊണ്ട്. ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തു. ഡി ലോക്ക് ചെയ്തു. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ഉത്തരം തെറ്റാണ്. അവർക്ക് തന്നെ സംശയത്തിലാണ് അവർ പറഞ്ഞത് അല്ലേ? ഗസ് ആയിരുന്നു അല്ലേ? അപ്പൊ ആ ചോദ്യം സരസ്വതി വിദ്യാലയം ഊരൂട്ടമ്പലം അറിയാണെങ്കിൽ ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ സി പ്രാണനെ കൊണ്ട്. ഓപ്ഷൻ സി പ്രാണനെ കൊണ്ട്. ലോക്ക് ചെയ്യാം. സി ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. അപ്പോൾ ഉത്തരം ഉരുട്ടമ്പലം സരസ്വതി വിദ്യാലയം പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം ബുദ്ധി കൊണ്ട് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ അല്ലേ? റെഡി അല്ലേ? അഭ്യാസയോഗത്താൽ ഏകാഗ്രപ്പെടുന്ന മനസ്സുകൊണ്ട് എന്തിനെ പ്രാപിക്കാം? എ സ്വർഗത്തെ, ബി ബ്രഹ്മലോകത്തെ, സി ഇഷ്ടദേവതയെ, ഡി പരമപുരുഷനെ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. അഭ്യാസയോഗത്തിലൂടെ മനസ്സേകാഗ്രമാകുമ്പോൾ നമുക്ക് എന്തിനെ പ്രാപിക്കാൻ സാധിക്കും? ഡി പരമപുരുഷനെ. ഡി പരമപുരുഷനെ. ലോക്ക് ചെയ്യട്ടെ. ഡി ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ശരി ഉത്തരാണ്. അടുത്ത ചോദ്യം GVHSS മങ്കട മലപ്പുറം. നിങ്ങളോടുള്ള അവസാനത്തെ ചോദ്യമാണ് ഈ റൗണ്ടിൽ. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ സ്രഷ്ടാവ് ആര് എന്നാണ് ഗീത പറയുന്നത്? എ വേദവ്യാസൻ, ബി ബ്രഹ്മദേവൻ, സി ശ്രീകൃഷ്ണൻ, ഡി മനു. സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി ശ്രീകൃഷ്ണൻ. ഓപ്ഷൻ സി ശ്രീകൃഷ്ണൻ. ലോക്ക് ചെയ്യാം. സി ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ശരി ഉത്തരാണ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം സരസ്വതി വിദ്യാലയം സീനിയർ സെക്കൻഡറി സ്കൂൾ ഊരുട്ടമ്പലം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു യോഗി ഋജുവാക്കി നിർത്തേണ്ടാത്തത്? ഋജു എന്ന് പറഞ്ഞാൽ നേരെ നിർത്തും. എ ശിരസ്, ബി കൈകൾ, സി കഴുത്ത്, ഡി ശരീരം. സമയം ആരംഭിക്കുന്നു. ഇരുപത്തി 5 സെക്കൻഡ്സ്. യോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ
ഋജുവാക്കി നേരെ നിർത്തേണ്ടാത്തത് ഏതാണ് എന്നാ ചോദ്യം. സെക്കൻഡ്സ് ആലോചിച്ചാൽ വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാം. ഓപ്ഷൻ ബി കൈകൾ. ഓപ്ഷൻ ബി കൈകൾ. ലോക്ക് ചെയ്യാം. ബി ലോക്ക് ചെയ്യാലോ അല്ലേ? ബി കൈകൾ ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ശരി ഉത്തരാണ്. പ്രണാമം രാജാവേ. പ്രണാമം മഹാമന്ത്രേ. രാമൻ രാജകുമാരൻ മാത്രമാണ്, യുവരാജാവ് ആയിട്ടില്ലല്ലോ. 6 നാഴികക്കപ്പുറം ഉറപ്പായും സംഭവിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ തന്നെ ഈ കൊട്ടാരവും രാജ്യവും കുമാരനെ യുവരാജാവായി എന്നേ സ്വീകരിച്ചു കഴിഞ്ഞു. 6 നാഴിക എന്നത് ഒരു ചെറിയ സമയമേ അല്ല. അതിനിടയിൽ എന്തു വേണേലും സംഭവിക്കാമല്ലോ. വിധി പോലെ എല്ലാം നടക്കും. ഞാനിപ്പോ വന്നത് മഹാരാജാവിന്റെ കൽപ്പന പ്രകാരമാണ്. അദ്ദേഹം കൈകേയി മഹാറാണിയുടെ അന്തപുരത്തിൽ കുമാരനെ കാത്തിരിക്കുന്നു. ഞാനിതാ വരുന്നു. ദേവി, ഞാൻ അച്ഛനെ കണ്ട് വണങ്ങി വരാം. അയോധ്യാധിപൻ ദശരഥ മഹാരാജാവ് വിജയിക്കട്ടെ. അച്ഛാ, അനുഗ്രഹിച്ചാലും. അമ്മേ, അച്ഛനാകെ ദുഃഖിതനാണല്ലോ. എന്താണ് കാരണം? അമ്മയ്ക്ക് അറിയാമെങ്കിൽ പറയൂ. അതെ, നിന്നെ സംബന്ധിക്കുന്നതാണ്. എന്നാൽ പ്രിയപുത്രനായ നിന്നോടത് പറയാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്. അമ്മേ, അച്ഛനെന്തിനു പ്രയാസപ്പെടണം? അദ്ദേഹത്തിന് വേണ്ടി ജീവൻ വെടിയാൻ പോലും ഞാൻ സന്നദ്ധനാണ്. പിന്നെ എന്തിനാണ് ഈ വിചാരം? അദ്ദേഹം അത് പറയില്ല. എന്നാൽ ഞാൻ പറയാം. പണ്ടൊരിക്കൽ അദ്ദേഹം എനിക്ക് 2 വരങ്ങൾ തന്നു. എന്നാൽ അതോർത്ത് അദ്ദേഹം ഇന്ന് പശ്ചാത്തപിക്കുകയാണ്. വരം തരാൻ അദ്ദേഹം മടിക്കുന്നു. നിനക്ക് വേണ്ടി സത്യലംഘനം ചെയ്യാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം. അച്ഛന്റെ ആ വാഗ്ദാനം നീ പാലിക്കുമെങ്കിൽ നിന്നോട് അതിനെ കുറിച്ച് പറയാം. 1, ഭരതകുമാരനെ അയോധ്യയുടെ രാജാവാക്കുക. 2, ഒട്ടും തന്നെ വൈകാതെ നീ ദണ്ഡകാരണ്യത്തിലേക്ക് വനവാസത്തിന് പോവുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് പറയാനാകാതെയാണ് രാജാവ് കണ്ണിൽ വെള്ളം നിറച്ച് ഇങ്ങനെ തലകുനിച്ചിരിക്കുന്നത്. അധർമ്മ സമുദ്രത്തിൽ വീണുപോവാതെ അച്ഛന്റെ സത്യം പാലിച്ച് അച്ഛന് കരകയറ്റുകുമാരാ. ഇതൊരു ചെറിയ കാര്യമല്ലേ? അച്ഛാ, അച്ഛൻ എന്തിനാണ് ഇതിൽ ഇത്ര കണ്ട് വ്യസനിക്കുന്നത്? രാമാ, അച്ഛാ, വ്യസനിക്കാതെ. ഭരതനെ മടക്കിക്കൊണ്ടുവരാൻ കേകയത്തേക്ക് ദൂതന്മാർ പോകട്ടെ. അച്ഛാ, രാമാ,
മോനെ രാമ, നീയാണ് ഉത്തമപുത്രൻ. ഇനി നീ അയോധ്യയിൽ വസിക്കുന്നത് ഉചിതമല്ല. എത്രയും വേഗം വനയാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളുക. രാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്ത ശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. സംസാരകാരിണിയായ തവിദ്യയും സംസാരനാശിനിയായ തുവിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്ന തിന്നുമറിയുക നീ. ആശയം വിശദീകരിച്ചു. ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തിൽ ശ്രീരാമൻ പട്ടാഭിഷേകം മുടങ്ങിയപ്പോൾ ലക്ഷ്മണൻ അതിക്രോധിതനാവുകയും തൻ്റെ പിതാവിനെ പോലും കാരാഗൃഹത്തിൽ അടയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ശ്രീരാമൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കത്തക്കവണ്ണം ഇത്തരം വാക്കുകൾ പറഞ്ഞു. ഇത് വളരെ വലിയൊരു തത്വമാണ്. ഇത് നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ടതുമാണ്. സംസാരകാരിണി, അതായത് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം എന്ന് വിചാരിച്ച് നിൽക്കുന്ന അതായത് ലൗകിക ജീവിതം. സംസാരകാരിണിയായത് അവിദ്യയാണ്. നമ്മുടെ മനസ്സിലുള്ള ആ വിദ്യയാണ് അവിദ്യ. അതാണ് സംസാരകാരിണിയാകുന്നത്. എന്നാൽ ഈ ജീവിതം നശ്വരമാണ്, അല്ലെങ്കിൽ ഈ ലൗകിക ജീവിതം കൊണ്ട് കാരണമില്ല എന്നത് വിദ്യയുമാണ്. അതുകൊണ്ട് തന്നെ നാം മോക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ വിദ്യാഭ്യാസം അഭ്യസിക്കണം. അതും എങ്ങനെയുള്ള വിദ്യാഭ്യാസമാണെന്ന് വിചാരിച്ചാൽ ഏകാന്തമായ ഛേദസ്സോടുകൂടി ആത്മവിദ്യ അഭ്യസിക്കണം എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. ലൗകികമായ ജീവിതങ്ങളിൽ അകപ്പെടാതെ നാം ഏകാന്തമായ ഛേദസ്സോടുകൂടി ആത്മവിദ്യ അഭ്യസിച്ച് മുന്നേറണം. മാത്രവുമല്ല, നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഷഡ്വൈരികളുണ്ട്. അതായത് കാമം, ക്രോധം, ലോഭം, മതം, മോഹം, മാത്സര്യം എന്നിവയെല്ലാം വെടിയണം എന്നാണ് ഈ വരികളിൽ പറയുന്നത്. അടുത്തത് ടീം ബിയോടാണ്. നിങ്ങളുടെ കാവ്യം സ്ക്രീനിൽ ആലപിച്ചോളൂ. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല, ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗദാഗദം മാനസേ ചിന്തിക്കിലത്രയുമല്ലെടോ. ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം, സുഖമധ്യ സംസ്ഥമായും വരും. ഈ വാൽമീകി രാമായണത്തിനെ അടിസ്ഥാനപ്പെടുത്തി ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സാധാരണക്കാർക്ക് വേണ്ടി അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചു. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ ഏതാനും വരികളാണിത്. വനവാസത്തിന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രീരാമാദികൾ ഗുഹനെ കണ്ടുമുട്ടുന്നു. ലക്ഷ്മണനും ഗുഹനും തമ്മിലുള്ള സംഭാഷണമാണ് സന്ദർഭം. സംഭാഷണമധ്യേ ലക്ഷ്മണൻ ഗുഹനോട് സുഖദുഃഖ സമ്മിശ്രിതമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുന്നു. സുഖദുഃഖങ്ങൾ സ്ഥായിയല്ല. സുഖം വന്നാൽ ദുഃഖവും വരും, ദുഃഖം വന്നാൽ സുഖവും വരും. സുഖദുഃഖങ്ങൾ ദിനരാത്രം പോലെയാണ്. അത്യാഹ്ലാദത്തോടെയായിരുന്നു അയോധ്യാവാസികൾ ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകത്തിനെ കാത്തിരുന്നത്. എന്നാൽ അത് മുടങ്ങുകയും ശ്രീരാമസ്വാമി വനവാസത്തിന് പോകുകയും ചെയ്തു. ഇത്തരം സന്ദർഭങ്ങൾ
നാം നമ്മളുടെ ദൈനംദിന ജീവിതത്തിലും കടന്നു പോകുന്നുണ്ട്. എല്ലാ വർഷവും പോലെ കേരളീയർ അത്യാഹ്ലാദത്തോടെയായിരുന്നു ഓണത്തിനെ വരവേറാൻ കാത്തിരുന്നത്. എന്നാൽ നമ്മളെ വരവേറിയത് ആ ഒരു മഹാദുരന്തമായിരുന്നു, ആ മഹാപ്രളയം. ഇതിലും വലിയൊരു ഉത്തമ ഉദാഹരണം ഇതിന് എനിക്ക് തരാൻ കഴിയുന്നില്ല. സുഖം വന്നാൽ അതിനമിതമായി സന്തോഷിക്കാതെയും അതേപോലെ തന്നെ ദുഃഖം വന്നാൽ അതിനെ ആണ്ടുപോവാതെയും രണ്ടും സന്തുലിതമായി നമ്മൾ കൈകാര്യം ചെയ്യണം. എന്നാൽ നമ്മൾക്ക് മോക്ഷം സുനിശ്ചിതമാണ്. നന്ദി. ശ്രേഷ്ഠ ഭാരത ഞാൻ വിതുരർ, വ്യാസമുനിയുടെയും ശൂദ്ര സ്ത്രീയായ പരിശ്രമിയുടെയും മകനാണ് ഞാൻ. ഹസ്തിനപുര രാജ്യത്തിൻ്റെ മഹാമന്ത്രിയാണ് ഞാൻ. ഭൂപതിയുടെ ഭാഗ്യനേയനാണ് ഞാൻ. ധർമ്മിഷ്ഠനും ജ്ഞാനിയും തികഞ്ഞ നയതന്ത്രജ്ഞനുമാണ് ഞാൻ. മാണ്ഡവ്യൻ എന്ന മുനിയുടെ ശാപനിമിത്തം യമദേവൻ ഒരു ശൂദ്ര സ്ത്രീ പിറക്കേണ്ടി വന്ന മനുഷ്യാവതാരം, അതാണ് ഞാൻ. ജീവിതത്തിൻ്റെ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവനും മാർഗദർശനം നൽകി അത് ശരിയായി അനുഷ്ഠിക്കുവാൻ അവനെ പ്രാപ്തനാക്കുവാനുള്ള ഉപദേശം ഞാൻ നൽകിയിട്ടുണ്ട്. നിരഞ്ജന അല്ലേ? ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എയ്ത്തില്. ഇനിയിപ്പോൾ നമ്മുടെ യഥാർത്ഥ മത്സരം ആരംഭിക്കാൻ പോവാണ്. അവർ 5 ചോദ്യങ്ങൾ ചോദിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയാൻ സാധിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചോളൂ. സ്വന്തം ദേഹ ചൈതന്യം അങ്ങ് ആരുടെ ദേഹത്താണ് കുടിയിരുത്തുന്നത്? ഞാൻ എൻ്റെ ദേഹം വിട്ടുപോയപ്പോൾ എൻ്റെ പുത്രനായ, അതായത് യമദേവൻ്റെ പുത്രനായ യുധിഷ്ഠിരനിലേക്കാണ് എൻ്റെ ജീവൻ ഞാൻ കൊടുത്തത്. ശരിയാണോ സർ? യുധിഷ്ഠിരനിലേക്കാണ്. ശരിയാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം. ആരുടെ ശാപത്താലാണ് യമദേവൻ വിതുരരായി ജനിക്കുന്നത്? മാണ്ഡവ്യൻ എന്ന മുനിയുടെ ശാപനിമിത്തത്തിലാണ് യമദേവൻ ഒരു ശൂദ്ര സ്ത്രീയിൽ പിറക്കുന്നത്. ശരിയാണോ സർ? ശരി ഉത്തരാണ്. അത് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞത്. മൂന്നാമത്തെ ചോദ്യം. വിതുരനീതി ഏത് പർവ്വത്തിലാണ് വരുന്നത്? വിതുരനീതി ഉദ്യോഗ പർവ്വത്തിലാണ് വരുന്നത്. ശരിയാണോ സർ? ശരി ഉത്തരാണ്. നാലാമത്തെ ചോദ്യം. താണകുലത്തിൽ ജനിച്ചവനും ഉന്നത കുലത്തിൽ ജനിച്ചവനും എന്ന് മനുഷ്യനെ അങ്ങ് രണ്ടായി തരം തിരിക്കുന്നുണ്ട്. എന്നാൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് സൂത്രയെ മണിഗണായിവേ എന്ന്. മനുഷ്യനെ കുലം പറഞ്ഞ് അങ്ങനെ തിരിക്കുന്നത് തെറ്റല്ലേ? അതെ, എങ്കിലും എല്ലാവർക്കും ഓരോരോ നിമിത്തങ്ങളുണ്ട്. അതിനാലാണ് ഞാൻ ശൂദ്രനാണെന്ന് ഞാൻ തന്നെ ഉദ്യോഗ പർവ്വത്തിൽ പല ശ്ലോകങ്ങളിലൂടെയും അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? പലർക്കും പല ജാതി എന്ന പേരിൽ ഇന്ന് പല വിവേചനങ്ങൾ നടക്കുന്നുണ്ട്. ദുഷ്കുലീന കുലീനോവ എന്നൊരു പരാമർശം വെച്ചിട്ടാണ് അവരത് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. ശരിയാണ്. ശരി ഉത്തരം. അങ്ങയുടെ നീതിശാസ്ത്രം അനുസരിച്ച് ധർമ്മത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാം? ധർമ്മം എന്നത് എല്ലാ മനുഷ്യരും ഉള്ളതാണ്. എങ്കിലും പലരും അധർമ്മികളാകുന്നു. കാരണം എന്തെന്ന് അവർക്ക് മാത്രമേ അറിയൂ. ഉത്തരം ശരിയല്ല. ഓം അപദേശിതേ നമഃ. യദാകാശസ്ഥിതോ നിത്യം വായുഃ സർവത്ര ഗോ മഹാൻ തദാ സർവാണി ഭൂതാനി മത്സ്ഥാനിത്യുപധാരയാത്. ഇതിന്റെ സാമാന്യ അർത്ഥം ഭഗവാൻ പറയുന്നു, എല്ലായിടത്തും പറന്നു കിടക്കുന്ന എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വായു ആകാശത്തിൽ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു, അതുപോലെ എല്ലാ ചരാചരങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു. നീ ഉറപ്പിച്ചു കൊള്ളുക. കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം. രാജവിദ്യ രാജഗുഹ യോഗത്തിലെ ശ്ലോകങ്ങളാണിവ. എല്ലാ ദുഃഖത്തിൽ നിന്നും ഒരു വ്യക്തിയെ രക്ഷിക്കാൻ സഹായിക്കുന്ന അറിവ് ഏറ്റവും മഹത്തായതല്ലേ? അതിനാണ് ഇവിടെ ഭഗവാൻ രാജവിദ്യ എന്ന് പറയുന്നത്. ഈ അറിവ് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതും എളുപ്പം എല്ലാവർക്കും കിട്ടുന്നതും അല്ല. അതുകൊണ്ട് ഇതിനെ അതീവ രഹസ്യം എന്ന് പറയുന്നു. ഈ ശ്ലോകത്തിനെ വ്യാഖ്യാനിക്കുന്ന മുമ്പ് ഈ ശ്ലോകത്തിന് മുന്നിലുള്ള ശ്ലോകങ്ങളെ അർത്ഥം ചുരുക്കി പറയാം. കാരണം ഭഗവാൻ ഈ ശ്ലോകത്തിനെ ഒരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. എല്ലാ ചരാചരങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, പക്ഷേ
ഞാൻ അവയിൽ ഒന്നും തന്നെ സ്ഥിതി ചെയ്യുന്നില്ല. ആകാശത്തിൽ എങ്ങനെയാണ് എല്ലായിടത്തും സഞ്ചരിച്ചിരിക്കുന്ന വായു ഇരിക്കുന്നുവോ അതുപോലെ സർവഭൂതങ്ങളും എന്നിൽ വസിക്കുന്നു. ആകാശമില്ലാതെ വായുവിന് നിലനിൽപ്പില്ല. ആകാശം ഉള്ളിടത്തെല്ലാം വായുവുണ്ട്. വായു ഏറ്റക്കുറച്ചിൽ, വായുവിന്റെ മാറ്റം ഒന്നും തന്നെ ആകാശത്തിനെ ബാധിക്കുന്നില്ല. വിത്തിൽ നിന്നും വൃക്ഷമുണ്ടാകുന്നു. വൃക്ഷത്തിനുള്ളിൽ വിത്തിനെ കാണാൻ സാധിക്കുമോ? വിത്തിലിങ്ങ് വിഷമില്ല. ഭഗവാൻ ഇവിടെ സർവ്വവ്യാപിയായ ആകാശത്തിന് ഒരു ഉദാഹരണമായി എടുക്കുന്നു. ആകാശമില്ലാതെ ഒരു വസ്തുവില്ല. അകത്തും പുറത്തും ആകാശം നിറഞ്ഞു നിൽക്കുന്നു. ഈ മേശയിലും ഈ കസേരയിലും അകത്തും പുറത്തും ഒക്കെ ആകാശം നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ കണ്ണുകൾ കൊണ്ട് കാണാനേ സാധിക്കില്ല. അതുമാത്രമല്ല, വസ്തുവിന്റെ രൂപം, സ്വഭാവം ഒന്നും തന്നെ ആകാശത്തിന്റെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. നാം കളിമണ്ണ് കൊണ്ട് പല രൂപങ്ങൾ ഉണ്ടാക്കാറില്ലേ? കുട ഉണ്ടാക്കും, ചിരാതുണ്ടാക്കും, പല രൂപങ്ങളും ഉണ്ടാക്കും. കുടത്തിലും ചിരാതിലും ഒന്നുപോലെ കളിമണ്ണുണ്ട്. കളിമണ്ണ് മാറ്റിയ കുടവുമില്ല, ചിരാതുമില്ല, ഒരു രൂപങ്ങളും ഇല്ല. രൂപങ്ങളോ സ്വഭാവമോ ആകൃതിയോ ഒന്നും തന്നെ കളിമണ്ണിനെ ബാധിക്കുന്നില്ല. നാം ചില ചിത്രങ്ങൾ കാണാറില്ലേ? വലിയ സ്ക്രീനിൽ പ്രകാശമടിക്കുമ്പോൾ കുറെ രൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ടോം ആൻഡ് ജെറി ഓടുന്നു, കളിക്കുന്നു, അടികൂടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കാറില്ലേ? ഈ പ്രകാശം കാരണമാണ് ആ രൂപങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. പ്രകാശത്തിന് ആ രൂപങ്ങളുമായിട്ടോ ആ ചലനങ്ങളുമായിട്ടോ ഒരു ബന്ധവുമില്ല. അതുപോലെ ഈശ്വര ചൈതന്യം ഒന്നുകൊണ്ട് മാത്രം നാം ജീവിക്കുന്നു, ലോകം അനുഭവിക്കുന്നു. ഇവിടുത്തെ ഒരു ചലനങ്ങളും ഈശ്വരനെ ബാധിക്കുന്നില്ല. ഗന്ധവാഹനം പോലെ ബന്ധിച്ചു സർവത്തിനും ബന്ധമില്ലാതെ വാരാം എന്നിൽ നീ വസിക്കണേ, എന്നിൽ നീ വസിക്കണേ. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം അമൃതേശ്വരിയേ നമഃ. श्रेष्ठ भारत